ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് കുട്ടികൾക്കുള്ള ഒരു നൈറ്റിയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു 7 വയസ്സായ ഒരു കുട്ടിക്കുള്ള നൈറ്റിയാണ്. അപ്പോൾ ഞാൻ നൈറ്റി ബീറ്റും എടുത്തിട്ടുണ്ട്. നമുക്ക് യോക്ക് പോർഷനിൽ വെക്കാനായിട്ട് ഒരു ഹക്കോബരെ പീസും എടുത്തിട്ടുണ്ട് കേട്ടോ. നൈറ്റി ബിറ്റ് വന്നിട്ടുള്ളത് 290ൻ്റെ നൈറ്റി ബിറ്റാണ്. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോഡലാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഞാനിവിടെ നൈറ്റി ബിറ്റ് ഇതുപോലെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാനിങ്ങനെ ഓപ്പൺ ആക്കി വിരിച്ച് വെച്ചതാണ് കേട്ടോ. ഇതൊരു മെറൂൺ ഷെയ്ഡാണ്. മെറൂൺ ഷെയ്ഡിൽ ഒരു ഓഫ് വൈറ്റ് കളറിൽ പ്രിൻ്റ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ. അപ്പം 7 വയസ്സായ കുട്ടിയാണെങ്കിലും അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഒരു ആളാണ്. അപ്പം നമുക്കൊരു 41 ഇഞ്ച് ലെങ്ത്ത് വേണം, ടോട്ടൽ ലെങ്ത്ത്. അപ്പോൾ ഞാൻ വീതിയിൽ ക്ലോത്ത് മടക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീതി വരുന്നത് കുറവാണ്, 33.5 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നീളത്തിൽ തന്നെ മടക്കേണ്ടി വരും. അത്യാവശ്യം വീതിയുള്ള തുണിയാണ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വിഡ്ത്തിൽ ഒതുങ്ങുന്നതാണ് എന്നുണ്ടെങ്കിൽ വീതിയിൽ മടക്കിയാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ വീതിയിൽ മെറ്റീരിയൽസ് മടക്കുന്ന സമയത്ത് നമ്മുടെ മെറ്റീരിയലിൻ്റെ പ്രിൻറ്റിൻ്റെ ഡയറക്ഷനും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമുക്ക് ഒരുപോലെ വരുന്ന പ്രിൻ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ചില പ്രിൻറ്റുകളൊക്കെ നമുക്ക് ഒരേ ഡയറക്ഷനിലൊക്കെ ഉള്ളതാവുമ്പോൾ അത് സെയിം ആയിട്ട് ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് പ്രിൻറ്റിൻ്റെ ഡയറക്ഷൻ കൂടി ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ഫോൾഡ് ചെയ്യുക, കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ നീളത്തിൽ തന്നെ 2ആയിട്ട് മടക്കിയിട്ട് തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ട് ഒരു 43.5 ഇഞ്ച് ഒന്ന് മെഷർ ചെയ്തെടുക്കുക കേട്ടോ. 43.5 ഇഞ്ച് മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ 2ആയിട്ട് ഞാൻ മടക്കിയിടുക കേട്ടോ. 2ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഞാൻ ആ പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഞാനിത് ഫുള്ള് വീതിയിൽ തന്നെ കേട്ടോ മടക്കിയിട്ടുള്ളത്. കാരണം ബാക്കിൽ നോർമലായിട്ടും ഫ്രണ്ടിൽ പ്ലീറ്റ്സ് വരുന്ന ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. യോക്കിൻ്റെ താഴേക്ക് പ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫുൾ വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 5 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. അതുപോലെ തന്നെ 5 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടി ചേർത്തിട്ട് ഞാൻ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2.25 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത്. 6 ഇഞ്ചാണ് ചെസ്റ്റ് കൊടുത്തിട്ടുള്ളത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത് ചെറിയ കുട്ടികളുടെ മെഷർമെൻ്റാണ്. അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും മെഷർമെൻറ്റ് എന്താണോ അളവ് അത് ഇതേ രീതിയിൽ തന്നെ മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഞാൻ അടുത്തത് മാർക്ക് ചെയ്തത് ഹിപ്പിൻ്റെ ലെങ്ത്താണ്. ഹിപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് വിഡ്ത്ത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികളായതുകൊണ്ട് തന്നെ അധികം ഷേപ്പോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ടിൽ പ്ലീറ്റ്സ് വരുന്ന മോഡലാണ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് ടൈറ്റായിട്ട് നിൽക്കാനും പാടില്ല. കോട്ടൻ്റെ ഈ ഒരു മെറ്റീരിയൽ, ഈ കോട്ടൻ്റെ ഡ്രസ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കിപ്പോൾ ചൂടത്തൊക്കെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ താഴെ വരെ ഞാൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സൈഡ് കട്ട് ചെയ്തിട്ട് മുകളിൽ ഭാഗം കട്ട് ചെയ്തിട്ട് 2 പീസാക്കി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ മാർക്ക് ചെയ്തത് ബാക്ക് പോർഷനും താഴെ വരുന്ന മെറ്റീരിയൽ ഫ്രണ്ട് പോർഷനും ആക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ ബാക്കും ഫ്രണ്ടും 2ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ഭാഗത്തൂടെ നമുക്ക് കറക്റ്റായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്നാട്ടോ എൻ്റെ ഒരു വിശ്വാസം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. ഞാനിവിടെ യോക്കിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതാണ്. നമുക്ക് എത്ര ലെങ്ത്തിൽ യോക്ക് വേണമെന്നൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെസ്റ്റിനേക്കാളും ഒരു 2 ഇഞ്ച് കൂടി താഴ്ത്തിയിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ആ ഒരു സെയിം അളവ് നമുക്ക് ഫ്രണ്ടിൽ വെക്കാനുള്ള ഹക്കോബ പീസിലേക്ക് ആ ഒരു സെയിം മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്.
ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. കാരണം ഒരു വീഡിയോയുടെ കമൻറ്റിൽ ഞാൻ കണ്ടു, എൻ്റെ ഒരു എന്താ പറയുക, ഞാൻ പറയുന്നത് വളരെ മോശമായ രീതിയിലാണ് ഞാൻ പറയുന്നതെന്ന് ഒരു വീഡിയോൻ്റെ കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ പറയുക, നിങ്ങൾക്കൊക്കെ മനസ്സിലാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു കമൻറ്റ് അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ആൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലായി നല്ല നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുള്ള രീതിയിൽ തന്നെ കേട്ടോ ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂട്യൂബിൽ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോസോ കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ അതിന് മുൻപ് ഇങ്ങനെ ഒന്നും ചെയ്തിട്ടുള്ളത് അറിയൂല. അപ്പോൾ അതിൻ്റെ കുറച്ച് മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എൻ്റെ വീഡിയോസിനുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. നമ്മൾ ബാക്ക് പോർഷനിൽ നമ്മുടെ യോക്കിൻ്റെ കറക്റ്റ് ലെങ്ത്ത് മാത്രം ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഞാൻ ബാക്കി മാറ്റി വെച്ചതാണ്. ബാക്കി ഭാഗം നമുക്ക് പ്ലീറ്റ്സ് ഇടാനായിട്ടും ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടും ബാക്കും രണ്ടായിട്ട് കട്ട് ചെയ്തതാണല്ലോ. അപ്പോൾ നമുക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഹക്കോബയുടെ പീസിൽ ഞാൻ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലൊരു റൗണ്ട് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ടിൽ ഞാനിതുപോലെ നമ്മുടെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം മെഷർമെൻറ്റിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ യോക്കിലേക്ക് വെക്കാനായിട്ട്, അതിൻ്റെ ചീത്ത വശത്ത് നമ്മുടെ ഹക്കോബ മെറ്റീരിയലിൽ നല്ല വശം വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. കറക്റ്റ് സെൻറ്ററൊക്കെ മാർക്ക് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ആ ഒരു മെറൂൺ കളർ യോക്കിലേക്ക് വരുന്ന ഭാഗം നമ്മൾ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ലെങ്ത്ത് മാത്രമേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. നമ്മൾ കൈക്കുഴിയൊന്നും കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ പിന്നൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് വെക്കാം. അതിന് ശേഷം നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ നെക്ക് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ എക്സസ് ആയിട്ട് വരുന്ന നെക്കിൻ്റെ ഭാഗത്തുള്ള പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ നെക്കിൻ്റെ സൈഡിലൂടെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കുക. സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ വേണം ഇതേപോലെ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തുണി മറിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ല എളുപ്പത്തിൽ തന്നെ നല്ല നീറ്റായിട്ട് ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ നല്ല വശത്തേക്ക് തിരിച്ചിടാം കേട്ടോ. ഇതേ ഒരു രീതിയിൽ നമ്മളിത് ഇതുപോലെ മറിച്ചെടുക്കുക. നമുക്ക് നല്ല വശമൊക്കെ നമ്മുടെ കറക്റ്റായിട്ടുള്ള രീതിയിലേക്ക് മറിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൈക്കുഴിയുടെ ഭാഗവും അതുപോലെ യോക്കിൻ്റെ താഴ്ഭാഗമൊക്കെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. രണ്ട് സൈഡിലും ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റുന്ന ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം, നമ്മുടെ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്ലീവ്ലെസ്സിൻ്റെ കൈക്കുഴിയുടെ ഭാഗങ്ങളൊക്കെ ഫിനിഷ് ചെയ്തെടുക്കാനും നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ക്രോസ് പീസൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ യോക്ക് പോർഷൻ ഓൾമോസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കൊക്കെ പതിച്ചടിക്കാനുണ്ട്. അതിന് മുൻപായിട്ട് ഞാനിതുപോലെ താഴ്ഭാഗം ഒന്ന് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം താഴെ വന്നിട്ടുള്ള എക്സസ് ആയിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കുക കേട്ടോ.
ഇനി നമുക്ക് ഫ്രണ്ടിൽ ഓപ്പൺ കൊടുക്കുന്നുണ്ട്. ഓപ്പൺ കൊടുക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി. ഇനി ഓപ്പൺ വേണ്ടാന്നുണ്ടെങ്കിൽ നോർമൽ ചെയ്യുന്നത് പോലെ ഇതിൻ്റെ താഴേക്ക് പ്ലീറ്റ്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ കൊടുക്കുന്നുണ്ട്. സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സെൻറ്റർ പോയിൻ്റ് രണ്ട് സൈഡിലും ഒരു 2 പോയിൻ്റ് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും ഒരു 2 പോയിൻ്റ് ഗ്യാപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതേപോലെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബട്ടൺ വയ്ക്കാനുള്ള 2 പീസ് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ഏത് ഭാഗത്തേക്കാണോ ഓപ്പൺ വേണ്ടത്, ഏത് ഭാഗത്താണ് ബട്ടൺ വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ വലതേ ഭാഗത്താണ് ഈ ഒരു പീസ് വെക്കുന്നത്. അതായത് നമ്മുടെ ബട്ടൺ വെക്കുന്ന ഭാഗം ആ ഒരു രീതിയിലാണ് കേട്ടോ. ഇനി ഇതുപോലെ നമ്മൾ എങ്ങനെയാണ് ഏത് രീതിയിലാണ് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാന്നുള്ളതൊന്ന് നോക്കുക. അപ്പോൾ നല്ല വശത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പീസ് ചീത്ത വശത്തേക്ക് മടക്കി കൊടുക്കുന്നത്. ആദ്യം നമ്മൾ നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ബാക്ക് സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കുക. നല്ല നീറ്റായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതേപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ബട്ടൺ വയ്ക്കുന്ന ആ ഒരു സൈഡാണ്. നമുക്കതിൻ്റെ ഐ വയ്ക്കുന്ന ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. നമ്മൾ നോർമൽ ഹുക്കാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഷർട്ടിൻ്റെ ബട്ടൺ പോലത്തതാണെങ്കിലൊക്കെ ഇതുപോലെ തന്നെ ചെയ്താലും മതി കേട്ടോ. ഇനി നമ്മൾ ഐ വയ്ക്കുന്ന ഭാഗമാണ്. ഇതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ബാക്ക് സൈഡിലാണ്, അതായത് ചീത്ത വശത്ത് ഇതുപോലെ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ബ്ലൗസിൻ്റെ ഒക്കെ ബാക്കിൽ ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ വെച്ച് മടക്കിയതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വരുന്ന രീതിയിലൊക്കെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ബട്ടൺ വയ്ക്കുന്ന ആ ഒരു ഓപ്പണിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബട്ടണിൻ്റെ ഭാഗം വയ്ക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് ഇതേപോലെ 2 ഭാഗത്തേക്കും നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്രണ്ടിൽ ഈ ഒരു ഓപ്പണിൻ്റെ ഭാഗം നല്ല നീറ്റാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അതൊന്ന് പിൻ ചെയ്തൊന്ന് വെക്കാം കേട്ടോ. കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇതേപോലെയാണ് കിട്ടുക. നമുക്ക് ആ താഴെ വരുന്ന ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. താഴെ വരുന്ന ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി അതിന് ശേഷം നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ള പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കറക്റ്റ് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. കറക്റ്റ് നമുക്ക് എത്രത്തോളം പ്ലീറ്റ്സ് കിട്ടും, അല്ലെങ്കിൽ ഏത് ഭാഗത്ത് നമ്മൾ പ്ലീറ്റ്സ് എടുക്കണം എന്നൊക്കെ ഒന്ന് കറക്റ്റ് നോക്കുകയാണ്. അതിന് മുൻപായിട്ട് ഞാൻ നമ്മുടെ യോക്കിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിനേക്കാളും കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതാണ്. നമ്മൾ സെൻറ്ററിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം പ്ലീറ്റ്സ് 2 സൈഡിലേക്കും കിട്ടും എന്നുള്ളതൊന്ന് നോക്കുക. ഞാൻ ആദ്യം ഈ ഒരു മാർക്കിംഗ് ചെയ്ത ഭാഗം വരെ പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അതിന് ശേഷം പ്ലീറ്റ്സ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു മാർക്കിംഗ് കൊടുത്തതാണ്. 2 സൈഡിലും ഒരേ മെഷർമെൻറ്റിൽ തന്നെ മാർക്കിംഗ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് മാർക്കിംഗ് കൊടുത്ത ആ ഭാഗം വരെ പ്ലെയിൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പ്ലീറ്റ്സ് ഇടുന്ന മെറ്റീരിയലിലും സെയിം മാർക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്.
ഇനി ഞാൻ ആ മാർക്കിങ് മുതൽ നമുക്ക് എത്രത്തോളം പ്ലീറ്റ്സ് കിട്ടും എന്നുള്ളതാണ് കേട്ടോ ഞാൻ നോക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ തുണിയുടെ വീതി എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം പ്ലീറ്റ്സ് കിട്ടും എന്നുള്ളത് നോക്കിയിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അതിന് ജസ്റ്റ് ഒന്ന് നോക്കുക എത്ര പ്ലീറ്റ്സ് കിട്ടും, ഏത് രീതിയിൽ ചെയ്താൽ ആ ഭംഗി ഉണ്ടാവുക എന്നുള്ളത് നോക്കുക. അതിന് ശേഷം നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതുപോലെ ചെയ്തിട്ട് എനിക്ക് കുറച്ചുകൂടി ഭംഗി തോന്നുക ഒന്നുകൂടി അടുത്തേക്ക് സ്റ്റിച്ച് വരുമ്പോഴാണ് തോന്നി. അപ്പോൾ ഞാൻ മാർക്കിങ് കുറച്ചും കൂടി മുന്നിലേക്കാക്കിട്ടോ, ഒരു ഇഞ്ച് ഗ്യാപ്പ് രണ്ട് സൈഡിലും വിട്ടതിന് ശേഷം പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാനതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ചെറിയ പ്ലീറ്റ്സ് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വലിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വലിയ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഒരു ഇഞ്ച് ഗ്യാപ്പ് വരെ മാത്രമേ ഞാൻ പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അതിന് ശേഷം ഞാനിതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ യോക്കിൻ്റെ മെഷർമെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു മെഷർമെൻറ്റ് വരെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു രീതിയിൽ ആ ഒരു മെഷർമെൻറ്റിലേക്ക് നമ്മുടെ മെറ്റീരിയൽ എത്തുന്നത് വരെ ഞാനൊന്ന് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം മാക്സിമം നമുക്ക് എത്രത്തോളം പ്ലീറ്റ്സ് കിട്ടുന്നുണ്ടോ അത്രയും പ്ലീറ്റ്സ് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്തതിൻ്റെ ഏകദേശം ആ ഒരു മെഷർമെൻറ്റ് വരെ ഞാനിതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ ഭാഗത്തും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം ഒരു സൈഡിലേക്കാണ് ഇട്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. രണ്ടും ഒരേ സൈഡിലേക്കാകുമ്പോൾ കാണാൻ കുറച്ചൊരു ഭംഗി കുറവ് തോന്നും. രണ്ട് സൈഡിലേക്കാകുമ്പോൾ കുറച്ചൊരു വൃത്തി ഉണ്ടാവും. നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത പ്ലീറ്റ്സിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സുകളായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ രണ്ട് സൈഡിലും പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ യോക്കിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ടിലെ ഭാഗം വരുന്നത് കേട്ടോ. ഈ ഒരു രീതിയിൽ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിനൊക്കെ നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ക്രോസ് പീസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിനൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ഞാനിതുപോലെ നെക്കിൻ്റെ മാർക്കിങ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ക്രോസ് പീസാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ക്രോസ് പീസ് ഞാൻ മടക്കാതെ ആട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഞാൻ എന്തോ ഒരു ഓർമ്മയിലാണ് ഈ ഒരു രീതിയിൽ ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ക്രോസ് പീസ് ഇതുപോലെ വയ്ക്കാതെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വയ്ക്കുക. ഞാനിതാ ഇതുപോലെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എനിക്കെന്തോ ഒരു അബദ്ധം പറ്റിയതാണ് സത്യമായിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ക്രോസ് പീസ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇത് പോവേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ക്രോസ് പീസ് മടക്കി വെച്ചിട്ട് നിങ്ങളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാണ്. ഈ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് നെക്ക് ഇതുപോലെ ഇങ്ങനെ കിട്ടും. നമ്മൾ മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിവർത്തിയെടുക്കുന്ന സമയത്ത് നെക്ക് നിവർത്തിയെടുക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. എനിക്കത്ര ആ ഒരു ഭാഗം മാത്രം എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ ഞാൻ രണ്ട് സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ക്രോസ് പീസ് ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ബാക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
നമ്മൾ ഓൾറെഡി ഫോൾഡ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ച് പിടിച്ചാൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഫോൾഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്. സാധാരണ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഞാനിതിവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കൊടുത്തത് കൊണ്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫ്രണ്ടിലെ നെക്ക്, ബാക്കിലെ നെക്കെല്ലാം ഞാൻ നല്ല നീറ്റായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴി ഇതുപോലെ തന്നെ ഞാൻ ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കിയിട്ട് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിലാട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മുടെ യോക്ക് ഒരു വൈറ്റ് കളറാണല്ലോ, അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ ഒരു ബോർഡർ വരുന്നത് പോലെ കാണാൻ വേണ്ടിയിട്ട് റോങ് സൈഡിൽ, അതായത് ചീത്ത വശത്ത് നമ്മുടെ ക്രോസ് പീസ് വെച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഫ്രണ്ടിലെ ഭാഗത്തേക്ക് ഒരു പൈപ്പിംഗ് വെച്ചതുപോലെ നല്ല ഭംഗിയിൽ കാണും കേട്ടോ. കാരണം ഇത് രണ്ട് കളേഴ്സ് ആയതുകൊണ്ട്, ഒരേപോലെ ആണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കാണൂല. ഇതിപ്പോൾ രണ്ട് കളറായതുകൊണ്ട് വൈറ്റിൽ ഇതുപോലെ ഈ ഒരു മെറൂൺ കളറ് വരുന്ന സമയത്ത് നല്ലൊരു പൈപ്പിംഗ് കൊടുത്ത ആ ഒരു ഫിനിഷിങ് കാണും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ടിൽ നല്ല വശത്തേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ഈ ഒരു രീതിയിലാട്ടോ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ? ആ ഒരു രീതിയിലാണ് ചെയ്തത്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാനും താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാനും മാത്രമാണുള്ളത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ചൂടത്തൊക്കെ കുട്ടികൾക്ക് ഇട്ടെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഔട്ട്ഫിറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള കോട്ടൻ്റെ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ 2 പീസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുട്ടികൾക്കും വലിയ ഇഷ്ടമാണ്. കാരണം വലിയ ആളുകളൊക്കെ നൈറ്റി ഇടുന്നത് കാണുമ്പോൾ കുട്ടികൾക്കും വലിയ ഇഷ്ടമാണ് അതുപോലെയുള്ള ഡ്രസ്സൊക്കെ ഇടാനായിട്ട്. ഞാൻ 2-3 നൈറ്റിയായി ഞാനിപ്പോൾ സെയിം ആൾക്ക് തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ഇതാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള സ്റ്റിച്ചിങ്ങൊക്കെ ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഞാനൊന്ന് കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഫ്രണ്ടിൽ ഞാനിത് ഇതേപോലെ പ്രസ് ബട്ടൺ ആട്ടോ കൊടുത്തിട്ടുള്ളത്. 2 ബട്ടൺ ഞാനും വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ആൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു മോഡലാട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.